ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജാൻവി എന്ന പാഠഭാഗത്തിൻ്റെ ഡയറി, ചരിത്രപര ടിപ്പണി, മറ്റ് ആക്ടിവിറ്റീസ് എന്നിവ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. റെയിൽഗാഡിക്ക് അനുഭവനെ ജാൻവി കോ യാദ് ആയി. റെയിൽഗാഡിയിലെ അനുഭവങ്ങൾ ജാൻവിക്ക് ഓർമ്മ വന്നു. യാദ് ഓർമ്മ. ഇസ്കെ ബാരമേ ജാൻവി അപ്പനി ഡയറി ലിഖി. ഇതിനെപ്പറ്റി ജാൻവി അവരുടെ ഡയറി എഴുതി. ഉസ്സെ ഡയറി ലിഖെ. ആ ഡയറി എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വായിക്കാം. ഡയറി എഴുതുമ്പോൾ അതിൻ്റെ ഫോമാറ്റ് അറിയാം. ആദ്യം ഡേറ്റും ഡേയും കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഡേറ്റും ഡേയും ആഡ് ചെയ്തതിന് ശേഷം വേണം ബാക്കി എഴുതാൻ. ഓക്കെ. ആജ് കാ സഫർ മുझे ഭുലാ നഹീ സക്താ. സഫർ എന്ന് വെച്ചാൽ യാത്ര. ഇന്നത്തെ യാത്ര എനിക്ക് ഭൂൽന മറക്കുക. എനിക്ക് ഭൂലാ നഹീ സക്താ മറക്കാൻ കഴിയില്ല. ഇന്നത്തെ യാത്ര എനിക്ക് മറക്കാൻ കഴിയില്ല. मैं वाराणसी को जाने वाली ट्रेन में यात्रा करते समय मेरे सीट के पास एक बुजुर्ग सज्जन बैठे थे. ഞാൻ വാരണസിയിലേക്ക് പോകുന്ന ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് എൻ്റെ സീറ്റിൻ്റെ അരികിലെ ഒരു ബുജുർഗായിട്ടുള്ള പ്രായം ചെന്ന നല്ലവനായിട്ട് ഉള്ള വ്യക്തിയിരുന്നു അല്ലേ. मैं മൊബൈൽ में മ്യൂസിക് സുൻ രഹാ ഹൂം. ഞാൻ മൊബൈലിലെ മ്യൂസിക് കേൾക്കുകയായിരുന്നു. തബ അപ്പോൾ ബുജുർഗ് की आवाज़ मेरी कानों में आ पड़ी थी. തബ അപ്പോൾ ബുജുർഗിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിലേക്ക് വന്ന് വീണു. വേ ഗംഗാമായിക്ക് പക ധൂളിമേം രഹ്നെ ജാ രഹേ ഹായ്. അദ്ദേഹം ഗംഗാമാതാവിൻ്റെ പകധൂളി, അതായത് ധൂളിയിലെ രഹ്നക്കിലെ ജീവിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് കേട്ടത്. ഉസ്കെ ഏക്ക് ബേട്ട ഓർ ഏക്ക് ബേട്ടി ഹേ. അദ്ദേഹത്തിനൊരു മകനും ഒരു മകളും ഉണ്ട്. വേ അബ് വിദേശമേ രഹത്തെ ഹായ്. ഇപ്പോൾ അവർ വിദേശത്താണ് താമസിക്കുന്നത്. കാന്ത 35 സാൽ പഹലെ മർ ഗയി. അയാളുടെ കാന്ത ഭാര്യയുടെ പേര്. അവർ 35 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി. ഉസ്കെ പാസ് 4 ഏക്കർ സെമീൻ ധേ. ഏക്കർ സെമീൻ ഭൂമി. അദ്ദേഹത്തിൻ്റെ പക്കൽ 4 ഏക്കർ ഭൂമി ഉണ്ട്. കാന്ത ജബ് ബീമാർ ഹുയി ഉസ്കി ചികിത്സയ്ക്ക് ലിയെ 1 ഏക്കർ സെമീൻ ബിക്ക് ഗേ. ബിക്രെന്ന് വെച്ചാൽ വിൽക്കുക. കാന്ത എപ്പോഴാണോ രോഗിയായത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി 1 ഏക്കർ ഭൂമി വിറ്റു. ബാക്കി 3 ഏക്കർ ബച്ചോं के लिए बेचते. ബാക്കി വരുന്ന 3 ഏക്കറും കുട്ടികൾക്ക് വേണ്ടിയും വിറ്റു. ഗാഡി ബനാറസ് സ്റ്റേഷൻ പഹുഞ്ചത്തെ സമയം. വണ്ടി, അതായത് ട്രെയിൻ, ബനാറസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് മേനെ കഹാ, ഞാൻ പറഞ്ഞു, ആപ് ഗംഗാ മായി കെ പാസ് തോ ജാവോगे. താങ്കൾ ഗംഗാ മാതാവിൻ്റെ അരികിലേക്ക് പോവുക. ഡൂബിക്കി ഫി ലഗാവുകെ. അവിടെ മുങ്ങുക എന്ന് വെച്ചാൽ മുങ്ങിക്കുളിക്കുക. മഗർ വഹാം രഹോഗെ നഹി. എന്നാൽ മഗർ എന്ന് വെച്ചാൽ എന്നാൽ അവിടെ താമസിക്കുകയും ചെയ്യേണ്ട. മേം ബച്പൻസെ അനാഥ ആശ്രമേ പലിഹും. ഞാൻ കുട്ടിക്കാലത്തെ അനാഥ ആശ്രമത്തിലാണ് വളർന്നത്. അകേലാപ്പൻ കാ ദർദ് ജാൻതി ഹും. ദർദ് വേദന, ജാനിന അറിയും. അകേലാപ്പൻ ഒറ്റപ്പെടൽ, അതിൻ്റെ വേദന എനിക്ക് അറിയാം. ബുജുർഗ് കോ പിതാക്കെ രൂപമേ മേരെ ഗർ മേം ആയേ. ബുജുർഗായിട്ടുള്ള വ്യക്തിയെ എൻ്റെ വീട്ടിലേക്ക് പിതാവിൻ്റെ രൂപത്തിൽ കൊണ്ടുപോയി. ഇസ്സേ മുझे ബഡി ഖുശി ഹുയി. ഇതിലെനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട്. അത്ര എഴുതി കോളം വരച്ച് കൊടുക്കുക കേട്ടോ. ലേഖികയുടെ ഡയറി ആണെങ്കിൽ ഈ ഡയറിയെ ലേഖിക എഴുതുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ഓക്കെ. അടുത്ത ദിവസം നോക്കിയേ. ജാൻവിക്ക് ചരിത്രപര ടിപ്പണി തയ്യാർ കരേ. ജാൻവിയുടെ സ്വഭാവത്തെക്കുറിച്ച് ടിപ്പണി തയ്യാറാക്കുക. ആൻസർ എഴുതുമ്പോൾ ടൈറ്റിൽ കൊടുക്കുക. ആ ടൈറ്റിലിനകത്ത് എഴുതണം ജാൻവിക്ക് ചരിത്രപര ടിപ്പണി എന്നെഴുതിയതിന് ശേഷം വേണം എഴുതാൻ. നോക്കിയേ. ജാൻവി ഈസ് കഹാനി കാ പ്രമുഖ പാത്ര ഹേ. ജാൻവി ഈ കഥയിലെ പ്രമുഖ കഥാപാത്രം ആണ്. വഹ ബച്പൻ മേ അനാഥ ആശ്രമ മേ പലി ഹേ. അവൾ ബച്പൻ എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് അനാഥ ആശ്രമത്തിലാണ് വളർന്നത്. ഇസ്സേ അതുകൊണ്ട് അകേലാപ്പൻ കാ ദർദ് ജാൻതി ഹേ. അതുകൊണ്ട് അകേലാപ്പൻ ഒറ്റപ്പെടൽ, അതിൻ്റെ ദർദ് വേദന ജാൻതി ഹേ അറിയാം. रेलगाड़ी में यात्रा करने वाला बुजुर्ग सज्जन गंगा माई की पग धूളി में रहने जा रहे हैं. റെയിൽഗാഡിയിലെ യാത്ര ചെയ്ത ബുജുർഗായിട്ടുള്ള സജ്ജൻ, പ്രായം ചെന്ന നല്ലവനായിട്ടുള്ള ആള്, ഗംഗാമാതാവിൻ്റെ പാദധൂളിയിലെ ജീവിക്കാൻ വേണ്ടി പോകുന്നു. യഹ സുൻകർ ജാൻവിക്ക് മൻമേം ഇൻസാനോं की സംസ്കാരവും और വിചാരവും ജാഗ്തി ഹേ. യഹ സുൻകർ ഇത് കേട്ടപ്പോൾ ജാൻവിയുടെ മനസ്സിൽ ഇൻസാനോങ്കി മനുഷ്യരുടെ സംസ്കാരവും ആ വിചാരങ്ങളും ജാഗിന ഉണർന്നു. വേ ബുജുർഗ് സേ കഹ. അവൾ ബുജുർഗിനോട് പറഞ്ഞു. ബച്ചി സെമിൻ കോ പകട് രഗോ തബ് തക്ക് സിന്ധ് ഹേ.
ബെച്ചെന്ന് വെച്ചാൽ അവശേഷിക്കുന്ന സെമീൻ ഭൂമി, നിങ്ങളുടെ പക്കലിലെ അവശേഷിക്കുന്ന ഭൂമി പകടരുകോ പിടിക്കുക, അതായത് കൈ വയ്ക്കുക. ജബ് തക്ക് സിന്ധ് ഹേ, എപ്പോഴാണോ നിങ്ങൾക്ക് ജീവൻ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മരിക്കുന്നത് ആ സമയം വരെ ബാക്കി വരുന്ന ഭൂമി നിങ്ങളുടെ കൈവശം വയ്ക്കുക. तुमने बेटी को मना क्यों नहीं कर दिया ऐसे लड़के से शादी करने के लिए നിങ്ങൾ നിങ്ങളുടെ മകളോട് മനാ കർന എന്ന് വെച്ചാൽ മനാ ക്യോം നഹീ കിയ, എന്തുകൊണ്ട് അത് നിഷേധിച്ചില്ല എന്ന് വെച്ചാൽ മനസ്സിലാക്കി കൊടുത്തില്ല. എന്താണെന്ന് നോക്കിയാൽ ഐസെ ലടുക്കേസെ ഷാദി കർണക്കിലിയെ, അങ്ങനെയുള്ള കുട്ടികളെ വിവാഹം കഴിക്കരുത് എന്ന് എന്തുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കി കൊടുത്തില്ല എന്നും ചോദിച്ചു. ജാൻവിക്കോ युवा पीढ़ी की सही और गलत को समझने और संवेदनाशीलता दिखाने की पूरी क्षमता है. ജാൻവിക്ക് യുവ പീഡി എന്ന് വെച്ചാൽ തലമുറയിലെ സഹി ഓർ ഗലത്ത് സഹി ശരി ഗലത്ത് തെറ്റ്, അവയെ അതായത് ശരിയും തെറ്റും സമച്ചിനെ മനസ്സിലാക്കുവാനും സംവേദനാശീലത, അതിനുള്ള സംവേദനാശീലത കഴിവ് ദിഖാനെ കാണിച്ചു കൊടുക്കുന്നതിനും പൂരി ക്ഷമത കഴിവ് ശരിക്കും നല്ല കഴിവുള്ള കുട്ടിയും ആയിരുന്നു. യുവ തലമുറയിലെ ശരിയും തെറ്റും എന്താണോ അത് മനസ്സിലാക്കിയത് കാട്ടിക്കൊടുക്കാനുള്ള ക്ഷമത നമ്മുടെ ജാൻവിക്ക് ഉണ്ടായിരുന്നു. ഉൻകെ മന്മേ കരുണ ആർ ഉദാരത ഹേ, അവളുടെ മനസ്സിൽ കരുണയും ഉദാരതയും ഉണ്ട്. വേ ബെഡോം കെ പ്രതി ആദർ കർത്തെ ഹൈ, അവൾ മുതിർന്ന ആൾക്കാരെ ആദരിക്കുകയും ചെയ്യും. ഇസ്സെ ബുജുർഗോ അരെ പൈർ ചൂനേസെ, അതുകൊണ്ടാണ് ബുജുർഗെ പൈർ ചൂനേസെ ബജായ് ഉൻക ആശീർവാദ് മാങ്തേ ഹേ, അവളുടെ കാൽപാദങ്ങൾ തൊടുന്നതിനേക്കാൾ എന്ന് വെച്ചാൽ അദ്ദേഹം കാൽപാദങ്ങളിലേക്ക് തൊടാൻ വേണ്ടി ശ്രമിച്ചു കുട്ടിയുടെ അല്ലേ. ആ സമയത്ത് കൈ എന്ത് ചെയ്തു, ആശീർവാദത്തിനായിട്ട് ചോദിച്ചു. അതുകൊണ്ടാണ് വലിയ ആൾക്കാരെ ആദരിക്കുന്നത് കൊണ്ടാണ് പ്രായം ചെന്ന വ്യക്തി കാലിൽ തൊടാതെ തലയിൽ വെച്ച് ആശീർവാദം ആവശ്യപ്പെടുകയും ചെയ്തത്. ബുജുർഗുക്കോ സഹാര ദേക്കറെ കഹ, ആ ബുജുർഗിന് സഹായം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇസെ ബേട്ടിക്കോ പിതാ കി സരൂരത്ത് ഹേ, ഈ മകൾക്ക് പിതാവിൻ്റെ ആവശ്യകത ഉണ്ട്. ഉൻകെ മന്മേ വിനമ്രത ഫി ഹേ, അവളുടെ മനസ്സിൽ വിനയം കൂടി ഉണ്ട്. ഇത്രയും എഴുതിയിട്ട് ഒരു കോളത്തിനകത്താക്കി വേണം വയ്ക്കാൻ കേട്ടോ. അടുത്ത ആക്ടിവിറ്റി നോക്കിയേ, ഉചിത മുഹാവരേസെ ജോഡോ, ഉചിതമായ മുഹാവരകൾ ചേർത്ത് എഴുതുക. ഇവിടെ ഞാൻ കറക്റ്റാക്കിയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആത്മനിർഭർ ബനാന, അതിൻ്റെ അർത്ഥം നോക്കിയേ, അപ്പനെ പൈരോമ്പർ കടാഹോന, സ്വന്തം കാലിൽ നിൽക്കുക, അതാണ് ആത്മനിർഭർ ബനാന എന്ന വാക്കിൻ്റെ മുഖാവര. അടുത്ത നോക്കിയേ, സഹായത ദേന, ഹാത്ത് ദാം ലേന, സഹായം കൊടുക്കുക എന്നതാണ് ഹാത്ത് ദാം ലേന എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത മർജാന, മരിക്കുക. അത് നോക്കിയേ, ധർത്തി തലേ സമ ജാന, ധർത്തി ഭൂമി തലേ താഴെ അല്ലേ, ഭൂമിയുടെ അടിയിലേക്ക് പോവുക, അതാണ് മറിജാന. അടുത്ത കോയി ഉപായ ഇന്ന മിൽന, കോയി ഉപായം എന്ന് വെച്ചാൽ ഒരു ഉപായവും കിട്ടിയില്ല, അതാണ് ചാരാന പാന, മാർഗം, മറ്റു മാർഗം ഇല്ലാതെ. അതത്രയും എഴുതി കറക്റ്റായിട്ടുള്ള മുഖാവരിയാണ്, നോക്കി ശരിയാക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, അത്രയാണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. ബാക്കി കുറേ മുഖാവരയുള്ള പാഠമാണിത് കേട്ടോ, അത് അടുത്ത ക്ലാസ്സുകളിൽ തരും. അവിടെ നോക്കി ലിഖേ, എഴുതുക. കിസ്ക കഥൻ ഹേ, ആരുടെ വാക്കുകളാണ് ഇവയെന്ന് നമ്മൾ എഴുതുക. വേ കിടക്കി കെ പാസ് വാലി സീറ്റ് മേരി ഹേ, വേ നോക്കിയേ, വേ ഓർ എ ആണ് കേട്ടോ ഇത് എന്നുള്ളത്. ഇത് കിടക്കി കെ പാസ്, ഈ കിടക്കിയുടെ അരികിലുള്ള സീറ്റ് എൻ്റേതാണ് എന്ന് പറഞ്ഞത് ലേഖികയാണ്. ഓക്കെ, ഓർക്കുന്നുണ്ടല്ലോ, ആ ബുജുർഗായിട്ടുള്ള സജ്ജൻ അവരുടെ സീറ്റിലിരുന്നപ്പോൾ ഇതേ ലേഖിക ചെന്നപ്പോൾ ആ ബുജുർഗ് അവിടെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ സീറ്റാണിത്. അപ്പോൾ ആ വാക്കുകൾ പറഞ്ഞത് ലേഖികയാണ്. ക്യാ ആപ്കാ കോയി നഹി ഹേ ബാബ, ക്യാ ആപ്കാ കോയി നഹി ഹേ, നിങ്ങൾക്ക് ആരും ഇല്ലേ ബാബ എന്ന് ചോദിച്ചത് യുവതി, അല്ലെങ്കിൽ ആരാണ്, ജാൻവി. ഒന്നുകിൽ യുവതി എന്ന് കാണും, അല്ലെ ജാൻവി കാണും, നോക്കി എഴുതുക. അടുത്ത നോക്കിയേ, ഹം ഉസേ സെമീൻ കോ ബേച്ച് കെ പൈസ ബിഡിയ കെ ഹാത്ത് മേ ധർ ആയേ ഹേ, ഞാൻ ആ ഭൂമി വിറ്റിട്ട് മകളുടെ കയ്യിൽ പൈസ ക്യാഷ് വെച്ച് കൊടുത്തു. അത് പറഞ്ഞതാരാണ്, ബുജുർഗ് സജ്ജനാണ്. അടുത്ത ആപ്കി പത്നി ഗുസാരി തോ ആപ്കി ഉമ്ര ക്യാ രഹി ഹോഗി, നിങ്ങളുടെ ഭാര്യ മരിച്ചപ്പോൾ പത്നി ഭാര്യ ഗുസാർന്ന കടന്നു പോവുക കേട്ടോ. താങ്കളുടെ ഭാര്യ കടന്നു വെച്ചാൽ മരിച്ചു പോകുമ്പോൾ, അത് ഇല്ലാതായപ്പോൾ താങ്കളുടെ ഉമ്ര പ്രായം എത്രയായിരുന്നു? മനസ്സിലായി? അതാരാ ചോദിച്ചത്? ലേഖികയാണ് ചോദിച്ചത്. അടുത്ത അപ്പനെ ക്യോം നഹി സോച്ച, അപ്പനെ ബാരേമേ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെക്കുറിച്ച്
ചിന്തിച്ചില്ല. ദൂസരി ഷാദി കർ സക്തേ ഥേ, മറ്റൊരു ഷാദി വിവാഹം കഴിക്കാഞ്ഞത് എന്തുകൊണ്ട്? നിങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാഞ്ഞത്? മറ്റൊരു വിവാഹം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് സീറ്റ് നമ്പർ 23 ഇരുന്ന യാത്രികൻ ആണ്. അവിടെ നോക്കിയേ, അപ്പനെ ഭാര്യമേ കുച്ച് സോച്ചനെ കായ് ഇത്തന വക്ത് എന്ന് വെച്ചാൽ സമയം എന്ന വാക്കാണ്. ഹി കഹാന്ത ഹമാരെ പാസേ, അപ്പനെ സ്വന്തം അയാളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം എവിടെയായിരുന്നു എന്ന് പറഞ്ഞ ബുജുർഗാണ്. ഈസെ ബേട്ടിക്കോ പിതാ കി സരൂരത്ത് ഹേ, ഈ ബേട്ടിക്ക് പിതാവിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് പറഞ്ഞത് ജാൻവിയാണ്. നോക്കി പഠിച്ചു വയ്ക്കുക, എക്സാമിന് ചോദിക്കുക അത് കേട്ടോ. അടുത്ത ദിവസം നോക്കിയേ, कहानी के घटनाक्रम के अनुसार सही विकल्प चुनकर लिखे. കഥയെ അടിസ്ഥാനമാക്കി, അതായത് കഥയുടെ കഹാനിയെ സ്റ്റോറിയെ അടിസ്ഥാനമാക്കി ഘടന ആ സംഭവങ്ങളുടെ ശരിയായിട്ടുള്ള അടിസ്ഥാനത്തിൽ ക്രമത്തിലാക്കി എഴുതണം. കഥയെ ക്രമമാക്കി എഴുതണം. താഴെ തന്നിരിക്കുന്ന വികല്പിൽ ഏതാണോ ശരി അത് നോക്കി വേണം എഴുതാൻ. ഒന്നാമത്തെ വായിക്കാം. ജാൻവി അപ്പനി മൊബൈൽ മേ വ്യസ്ത് ഹോ ജാതി ഹേ, ജാൻവി അവരുടെ മൊബൈലിലെ വ്യസ്ത് മുഴുകിയിരുന്നു. അടുത്ത ജാൻവി ബുജുർഗ് സേ ബാത്തേം കർണേ ലഗ്തി ഹേ, ജാൻവി പ്രായം ചെന്ന ആളോട് ബാത്തേം കർണേ ലഗി എന്ന് വെച്ചാൽ സംസാരിക്കാൻ തുടങ്ങി. ജാൻവി റെയിൽ ഗാഡി മേ ബൈഠത്തി ഹേ, ജാൻവി റെയിൽ ഗാഡിയിൽ വന്ന് ഇരുന്നു. ജാൻവി ബുജുർഗ് കി ബാത്തോം പർ ധ്യാൻ ദേത്തി ഹേ, ജാൻവി ബുജുർഗിൻ്റെ ബാത്ത് കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്തു. നമുക്കറിയാം ആദ്യം ഏതാണ് ഇവിടെ നോക്കിയ വികല്പ് തന്നിരിക്കുന്നത് ഈ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന വികല്പിൽ ഏതാണോ ശരി അത് നോക്കി വേണം എഴുതാൻ. ഒന്നാമത്തേത് ഏത് ആയിരിക്കും? ആ ജാൻവി റെയിൽ ഗാഡിയിൽ വന്നിരുന്നതാണ് ആദ്യത്തെ അല്ലേ, അതുകൊണ്ട് ഈ എന്ന പോർഷനാണ് ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത്തേത് ഏതാണ്? വന്നിരുന്നതിന് ശേഷം ജാൻവി അപ്പനെ മൊബൈൽ മേ വ്യസ്ത് ഹോ ജാതി ഹേ, സ്റ്റോറി നമുക്കറിയാം. അതിനുശേഷം സ്ത്രീ അവളുടെ മൊബൈലിൽ മുഴുകിയിരുന്നു. അപ്പം എന്നുള്ള പോർഷൻ. അപ്പം അടുത്ത് നോക്കിയേ, അടുത്ത ഏത് വരും നോക്കിയേ, ജാൻവി അവിടെ വന്നിരുന്നു. പിന്നീട് എന്താന്ന് നോക്കിയേ, അതാ ജാൻവി ബുജുർഗ് സേ ബാത്തേ കർണേ ലഗി, അതല്ല, അത് സംസാരിക്കാൻ തുടങ്ങി എന്നാണ്. അതിനുശേഷം ഏത് വരും നോക്കിയേ, ജാൻവി ബുജുർഗ് കി ബാത്തോം പർ ധ്യാൻ ദേത്തി ഹേ, ആ സ്ത്രീ അവിടെ ഇരുന്ന് അവളുടെ മ്യൂസിക് കേട്ടറിയാലോ, മൊബൈലിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം പറഞ്ഞത് പാദധൂളിയിൽ ജീവിക്കാൻ വേണ്ടി പോകുന്നത് ഗംഗാമാതാവിൻ്റെ, അതാണ് അവൾ ശ്രദ്ധിച്ചത്. അപ്പം ജാൻവി ബുജുർഗിൻ്റെ ബാത്ത് കാര്യത്തിൽ ശ്രദ്ധിച്ചു. എന്നുള്ള പോർഷനാണ് മൂന്നാമത്തെ. പിന്നെ നാലാമത്തെ ഏതായിരിക്കും? ജാൻവി ബുജുർഗ് സേ ബാത്തേം കർണേ ലഗ്തി ഹേ, ജാൻവി ബുജുർഗിനോട് സംസാരം തുടങ്ങി. അപ്പം നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന രണ്ടാമത്തതാണ് ശരി, അത് കായിക്ക എന്നുള്ള പോർഷൻ. അതല്ലേ ഒന്നാമത്തെ. എന്നുള്ള 2, എന്നുള്ള 3, എന്നുള്ളത് 4. അപ്പം രണ്ടാമത്തെ പോർഷനാണ് ശരി. ഇങ്ങനെയുള്ള വികല്പ് കാണും, നോക്കി വേണം കഥ അടിസ്ഥാനമാക്കി ഓർത്ത് നോക്കി വേണം എഴുതാൻ. ഓക്കെ, അത്രയുമാണ് അതിൻ്റെ ആക്ടിവിറ്റി കേട്ടോ. അടുത്ത ക്ലാസ്സുകളിലെ നമുക്ക് ബാക്കി കോൺവെർസേഷനും ബാക്കിയുള്ളതും പിന്നെ വൺ ഷോട്ടുമൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണേ, മറ്റുള്ളവർക്ക് കൂടി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.